നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തകരുമോ? വർഷങ്ങളായി ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണിത്. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ 15,921 ടെസ്റ്റ് റൺസ് എന്ന റെക്കോർഡ് ആർക്കും തൊടാൻ കഴിയില്ലെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ റൺ മെഷീൻ ജോ റൂട്ട് ആ റെക്കോർഡിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഷസ് പരമ്പരയിലെ സിഡ്നി ടെസ്റ്റിൽ ജോ റൂട്ട് നേടിയ തകർപ്പൻ സെഞ്ചുറിയോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായിരിക്കുകയാണ്. നിലവിൽ ജോ റൂട്ടിന്റെ അക്കൗണ്ടിലുള്ളത് 13,943 റൺസാണ്. സച്ചിന്റെ ലോക റെക്കോർഡിലേക്ക് ഇനി വേണ്ടത് വെറും 1978 റൺസ് മാത്രം. 35 വയസ്സാണ് റൂട്ടിന്റെ പ്രായം. ഈ ഫോമിൽ തുടരാനായാൽ അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ റൂട്ട് സച്ചിനെ മറികടക്കുമോ? എന്താണ് റൂട്ടിനെ ഇതിന് പ്രാപ്തനാക്കുന്ന ഘടകങ്ങൾ? നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ഘടകം ജോ റൂട്ടിന്റെ അവിശ്വസനീയമായ ഫോമാണ്. ടെസ്റ്റ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞ ശേഷം റൂട്ട് വേറൊരു ലെവലിലാണ് ബാറ്റ് ചെയ്യുന്നത്. 24 സെഞ്ചുറികളാണ് ഇതിന് ശേഷം റൂട്ട് അടിച്ചുകൂട്ടിയത്. സിഡ്നി ടെസ്റ്റിൽ സെഞ്ചുറി നേടിയതോടെ അദ്ദേഹം റിക്കി പോണ്ടിങ്ങിന്റെ 41 സെഞ്ചുറികൾ എന്ന റെക്കോർഡിനൊപ്പം എത്തി. 45 സെഞ്ചുറികൾ അടിച്ച ജാക്ക് കാലിസും 51 സെഞ്ചുറികൾ അടിച്ച സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും മാത്രമാണ് ഇനി റൂട്ടിന് മുന്നിലുള്ളത്. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 23 സെഞ്ചുറികളും 17 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 6000-ഓളം റൺസ് റൂട്ട് നേടിയിട്ടുണ്ട്. ഈ കാലയളവിൽ റൂട്ടിന്റെ ശരാശരി ഒരിക്കലും 55-ൽ താഴെ പോയിട്ടില്ല. 2022 മുതൽ 2025 വരെ അദ്ദേഹത്തിന്റെ ശരാശരി യഥാക്രമം 63, 76, 63, 57 എന്നിങ്ങനെയായിരുന്നു. ഇത്തവണത്തെ ആഷസ് പരമ്പരയോടുകൂടി ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടാനായിട്ടില്ല എന്ന പ്രശ്നവും റൂട്ട് പരിഹരിച്ചു. 2 സെഞ്ചുറികളാണ് ഈ പരമ്പരയിൽ താരം നേടിയത്. ഇംഗ്ലണ്ട് കളിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളുടെ എണ്ണമാണ് റൂട്ടിനെ സച്ചിന്റെ റെക്കോർഡ് മറികടക്കാൻ സഹായിച്ചേക്കാവുന്ന രണ്ടാമത്തെ ഘടകം. ടെസ്റ്റ് ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. ഓരോ വർഷവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ അവർ കളിക്കുന്നുണ്ട്. ന്യൂസിലൻഡ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഈ വർഷം ഇനി ഇംഗ്ലണ്ടിന് ഹോം ടെസ്റ്റ് പരമ്പരകൾ വരുന്നുണ്ട്. പുതിയ ബാസ്ബോൾ ശൈലി വന്നതോടെ ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകളാണ് ഇംഗ്ലണ്ട് ഒരുക്കുന്നത്. ഇതോടെ റൂട്ടിന്റെ സ്കോറിംഗ് വേഗതയും കൂടിയിട്ടുണ്ട്. ഇത് റൺസ് വേഗത്തിൽ അടിച്ചുകൂട്ടാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഘടകമാണ്. മൂന്നാമത്തെ ഘടകം അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും മോട്ടിവേഷനും തന്നെയാണ്. 35-ാം വയസ്സിലും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ റൂട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. 4 വർഷത്തിന് ശേഷം ആഷസ് പരമ്പര കളിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു വരുമെന്ന സൂചനയും റൂട്ട് നൽകിക്കഴിഞ്ഞു. ഇതിനർത്ഥം കുറഞ്ഞത് 39 വയസ്സ് വരെയെങ്കിലും കളിക്കാൻ റൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. നാലാമത്തെ ഘടകം റൂട്ടിന്റെ പ്രായവും സച്ചിന്റെ പ്രായവും തമ്മിലുള്ള താരതമ്യമാണ്. 35 വയസ്സ് തികയുന്ന സമയത്ത് 143 ടെസ്റ്റുകളിൽ നിന്നായി 11,366 റൺസായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ നേടിയിരുന്നത്. എന്നാൽ ജോ റൂട്ട് ഇതിനോടകം 14,000 റൺസ് എന്ന നാഴികക്കല്ലിനോട് അടുക്കുകയാണ്. എന്നാൽ ഇതേ പ്രായത്തിൽ സച്ചിനേക്കാൾ 20 മത്സരങ്ങൾ കൂടുതൽ റൂട്ട് കളിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 35 വയസ്സിന് ശേഷം 57 ടെസ്റ്റുകളിൽ നിന്നായി 4,555 റൺസ് കൂടി നേടാൻ സച്ചിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ റൂട്ടിന്റെ സമ്പാദ്യം 13,943 റൺസാണ്. ഇപ്പോഴത്തെ ഈ കുതിപ്പ് തുടർന്നാൽ റൂട്ട് സച്ചിനെ മറികടക്കുമെന്നും എക്കാലത്തെയും മികച്ച ടെസ്റ്റ് റൺ വേട്ടക്കാരുടെ പട്ടികയിൽ ഇതിഹാസ താരത്തെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എങ്കിലും ക്രിക്കറ്റാണ്, ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. ഇംഗ്ലീഷ് താരം അലസ്റ്റർ കുക്ക് ഇതുപോലെ സച്ചിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് പലരും കരുതിയതാണ്. പക്ഷേ 33-ാം വയസ്സിൽ അദ്ദേഹം വിരമിച്ചു. വിരാട് കോഹ്ലിയുടെ കാര്യത്തിലും വലിയ പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സച്ചിന്റെ റെക്കോർഡിന് ജോ റൂട്ട് ഒരു ഭീഷണി തന്നെയാണ്. 2000-ൽ താഴെ റൺസ് മതി ആ റെക്കോർഡ് തകർക്കാൻ. സച്ചിന്റെ റെക്കോർഡ് റൂട്ട് സ്വന്തമാക്കുമോ, അതോ മാസ്റ്റർ ബ്ലാസ്റ്റർ തന്നെ ഒന്നാമനായി തുടരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.